ഓസ്ട്രേലിയയിലെ പലിശ നിരക്കുകൾ അടുത്ത മാസം മുതൽ കുത്തനെ ഉയർന്ന് കഴിഞ്ഞ 18 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്താമെന്ന മുന്നറിയിപ്പാണ് പ്രമുഖ ബാങ്കായ വെസ്റ്റ്പാക് നൽകുന്നത്. മിഡിൽ ഈസ്റ്റ് യുദ്ധവും ഇന്ധന വിലകളിലെ അതിവേഗ വർധനയുമാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ. 2026 തുടക്കത്തിൽ തന്നെ 2 തവണ പലിശ നിരക്ക് ഉയർന്ന സാഹചര്യത്തിൽ ഇനി മെയ്, ജൂൺ, ഓഗസ്റ്റ് മാസങ്ങളിലും 3 നിരക്ക് വർധനകൾ വരാനിടയുണ്ടെന്ന് ബാങ്കിന്റെ പുതിയ പ്രവചനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതിനാൽ നിലവിലെ 4.15% ക്യാഷ് റേറ്റ് ഓഗസ്റ്റോടെ 4.85%. 2008 ശേഷം ഇത്രയും ഉയർന്ന നിരക്ക് ഓസ്ട്രേലിയ കണ്ടിട്ടില്ല. വെസ്റ്റ്പാക്കിന്റെ ചീഫ് എക്കണോമിസ്റ്റ് ലൂസി എല്ലിസ് വ്യക്തമാക്കുന്നത്, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നടക്കുന്ന യുദ്ധത്തെ തുടർന്ന് ഹോമസ് കടലിടുക്ക് 8 ആഴ്ചകൾ അടഞ്ഞ നിലയിലായതും ഇന്ധന വിതരണം സാധാരണ നിലയിലാകാതിരുന്നതുമാണ് വില ഉയരുന്നതിന് പ്രധാന കാരണം. ഇന്ധനത്തിലെ വർധനവ് മറ്റനവധി ഉൽപ്പന്നങ്ങളുടെ വിലകളിലും അതിവേഗം പ്രതിഫലിക്കുന്നതായാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാർ ഇന്ധന എക്സൈസ് താൽക്കാലികമായി പകുതിയായി കുറച്ചതോടെ കുറച്ചു കാലയളവിലേക്കെങ്കിലും ആശ്വാസം ലഭിക്കുമെങ്കിലും വിലക്കയറ്റം 5.4% വരെ ഉയർന്നേക്കാമെന്ന് എല്ലിസ് പറയുന്നു. ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം നിലവിൽ വിലക്കയറ്റം 3.7%, മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിന്റെ ആഘാതം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പലിശ നിരക്കുകൾ ഉയർന്നാൽ തൊഴിലില്ലായ്മ 5% ഉയരാനിടയുണ്ടെന്നും സാമ്പത്തിക വളർച്ച കുറയാനിടയുണ്ടെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. വീട് വായ്പയുള്ള ലക്ഷക്കണക്കിന് ഓസ്ട്രേലിയക്കാർക്ക് ഇത് വലിയ സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കും. ഓസ്ട്രേലിയയുടെ സമ്പദ് വ്യവസ്ഥ അടുത്ത മാസങ്ങളിൽ കൂടുതൽ കടുത്ത പരീക്ഷണങ്ങൾ നേരിടുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. സംഗീത ഗോപിനാഥ്, 24 ന്യൂസ്, ഓസ്ട്രേലിയ.